ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കോലം ഉണ്ടാകുക. പ്രത്യേകിച്ച് മിനുക്ക് പണികളൊന്നും നടത്താത്ത വെരി നാച്ചുറൽ കോലമാണിത്. അപ്പോൾ ഇന്ന് ആക്ച്വലി കുറച്ച് ടാസ്ക്കുള്ള ദിവസമാണ്. ഇന്നലത്തെ പോലെ തന്നെ കുറച്ചധികം ടാസ്ക്കുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് 10 മണിക്കാണ് ലോഗിൻ. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാറായി. അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ഡേ ആയതുകൊണ്ട് തന്നെ എത്രമാത്രം വീഡിയോസ് എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനെൻ്റെ മാക്സിമം ട്രൈ ചെയ്യും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബൈ. അപ്പോൾ ഞാൻ എൻ്റെ പണി ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് വർക്ക് തുടങ്ങുകയാണ് ഗൈസ്. ഇങ്ങനെ കുറച്ച് നേരം പോവും, നമുക്കൊരു ലഞ്ച് ബ്രേക്ക് വരെ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ലഞ്ച് എന്താ ഉണ്ടാക്കുന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഒരു തട്ടിക്കൂട്ട് 1 പോട്ട് ചിക്കൻ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം തറച്ചിട്ട് മുറിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക് എടുക്കാൻ ടൈമായിരിക്കുന്നു. ഞാനൊന്ന് നടുവൊക്കെ നിവർത്താൻ ബാൽക്കണിയിൽ പോയി കുറച്ച് പൂൾ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകും. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റൈസാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും. കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് അതിലേക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റി അതിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ജസ്റ്റ് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി അത്രയേ ഉള്ളൂ. അതിലേക്ക് നേരിട്ടിടുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ച ജീരകശാല റൈസ് നമ്മളിടും. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വയ്ക്കുക. ഒറ്റൊരു വിസിൽ. അടിപൊളി 1 പോട്ട് ചിക്കൻ റൈസാണ്. ഇത് ആക്ച്വലി ഞാൻ ഇൻസ്പയർഡ് ആയത് ബൂംബാങ് ചാനലിനാണ്. ബൂംബാങ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവരുടെ തന്നെ റെസിപ്പി, പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ചൊരു മസാല വേണമല്ലോ, കുറച്ചൊരു ബിരിയാണി മസാലയൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തു. ഉപ്പ് കുറഞ്ഞു പോയാലും സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇച്ചിരി ബിരിയാണി മസാലയൊക്കെ ഇട്ട് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ, ജസ്റ്റ് 1 വിസിൽ. സംഭവം അടിപൊളി സാധനം. വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വിസിലടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വിടുക. പിന്നെ എല്ലാം കംപ്ലീറ്റായി. അപ്പോൾ നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. ഇതാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ മടക്കി വെക്കണം. പിന്നെ ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ, നമ്മൾ ഒരുപാട് ഡ്രസ്സ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബിരിയാണി റെസ്റ്റിംഗ് ടൈമിൽ നമ്മളെല്ലാ പരിപാടികളും അപ്പം തന്നെ ചെയ്യും. ബിരിയാണി റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുറക്കുന്നത്, ഭഗവാനെ കൊളാവരുതേന്ന്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കുന്നത്. പക്ഷേ പറയാലോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല കിണ്ണം കാച്ചിയ 1 പോട്ട് ചിക്കൻ റൈസാണിത്. നമുക്ക് റൈസൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടല്ലേ. നമ്മൾ സൂപ്പർ ആയിട്ട് പ്ലേറ്റൊക്കെ ചെയ്ത്. ഇന്ന് എൻ്റെ ഹസ്ബൻഡും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. സോ ഞങ്ങൾ 2 പേരും നല്ലോണം കുമ്പ നിറച്ച് കഴിച്ചു. പിന്നെ അപ്പോൾ തന്നെ ഞാൻ വൈകുന്നേരത്തെ ഫിൽറ്റർ കോഫിക്ക് വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ ഡിക്കോക്ഷൻ റെഡിയാക്കുകയാണ്. അപ്പം ഇതും സിമ്പിൾ പ്രോസസ്സാണ്. നമ്മളടുത്ത് ആ മെഷീനല്ല, ആ ഒരു ടൈപ്പ് ഓഫ് പാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യം. ഒരു 3 hours മുന്നേ നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയമാകുമ്പോഴേക്ക് നല്ല ഡിക്കോക്ഷനായിട്ട് കിട്ടും. അതിനിടയിൽ ഞാൻ ടപ്പേന്ന് പോയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നു. ഇപ്പം മിററിൻ്റെ മുന്നിൽ നിന്ന് ഫാഷൻ ഷോ ആണ്. അപ്പോഴേക്ക് സമയം 5:30 നമ്മുടെ ഫിൽറ്റർ കോഫിക്ക് ടൈമായി. ഞാൻ പാലെടുപ്പത്ത് വെച്ചു. ഇനിയിപ്പം നമ്മുടെ ഡിക്കോക്ഷൻ ഒഴിക്കുക, പാലൊഴിക്കുക, ഡൺ, പരിപാടി കഴിഞ്ഞു. ഇപ്പം എൻ്റെ പാല് തിളച്ച് തൂവിപ്പോവായിരുന്നു, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു, ഓഫായി കളഞ്ഞു അപ്പോഴേക്ക്. ഇനിയിപ്പം ഇതിലേക്ക് പാലൊഴിച്ച്, എനിക്ക് കുറച്ച് സ്ട്രോങ് ഫിൽറ്റർ കോഫിയാണ് ഇഷ്ടം. അപ്പം മധുരം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഫിൽറ്റർ കോഫി എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഒരു വർക്ക് ഡേ ഒക്കെ എനിക്കിത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഒരു ഫിൽറ്റർ കോഫി ഫാനാണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ 2 പേരും ബാൽക്കണിയിലിരുന്ന് ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച്
കുറച്ച് ഗോസിപ്പൊക്കെ പറഞ്ഞ് രാഹുലിൻ്റെ ഭാഷയിൽ കുറച്ച് ഇളപ്പൊക്കെ ഇളക്കി ഇനി ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം രാത്രി എന്താ കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താല്ലേ, ഫുഡ് തന്നെ ശരണം, ഫുഡ് മുഖ്യം ബിഗിലേ. അപ്പം നമ്മുടെ വർക്കൊക്കെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. എനിക്ക് ഇന്നത്തെ ദിവസം ഇത്ര വർക്ക് ചെയ്താൽ മതി എന്നുള്ള മൂഡായി ഞാൻ ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിന്നാലോ? ബയോ. ഇനിയിപ്പം കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് ഫ്രഷ് എയറൊക്കെ എടുത്ത് രാത്രി എന്താ കഴിക്കാൻ ഇങ്ങനെ ആലോചിക്കുകയാണിപ്പോൾ. അപ്പം ഉച്ചക്കത്തെ ലെഫ്റ്റ് ഓവർ ഉണ്ട്, അത് കഴിക്കാം. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഗുഡ് നൈറ്റ്.